നമ്മളിന്ന് വന്നിട്ടുള്ളത് നമ്മൾ മാനുഫാക്ചറിങ് യൂണിറ്റിലേക്കാണ്, ബോർഡിൻ്റെ മാനുഫാക്ചറിങ് യൂണിറ്റിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്ന് കാണാം. അപ്പോൾ ഇതാണ് നമ്മളെ ഫസ്റ്റ് സ്റ്റേജ് വരുന്നത്. പാർട്ടിക്കൽ ബോർഡ് നമ്മൾ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ കസ്റ്റമറെ സൈസിനനുസരിച്ച് നമ്മളിവിടെ കട്ട് ചെയ്ത്, ഇവിടെ നിന്നാണ് നമ്മൾ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇവിടുന്ന് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ ഉള്ളോട്ട് പോവുകയാണ് ചെയ്യുക. ഇതിന് നമ്മൾ ബോർഡ് യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് കെ ബോർഡാണ്. ഈ ബോർഡിൽ തന്നെ നമുക്കൊരു 6 തരം ബോർഡും കാര്യങ്ങളും വരുന്നത്. അതിൽ ഏറ്റവും ലോ ക്വാളിറ്റിയാണ് നമുക്ക് ബഗാസ എന്ന് പറഞ്ഞ ബോർഡ് വരുന്നത്. അതൊക്കെ നമുക്ക് ചീപ്പ് റേറ്റിന് നമുക്ക് കാര്യങ്ങൾ കിട്ടും. ഇത് വരുമ്പോൾ പിന്നെ നമുക്ക് അതിനോട്ട് മുകളിൽ ചെൻഡസ, കെ ബോർഡ്, അസോസിയേറ്റഡ്, സെഞ്ചുറി, അങ്ങനെ പല ടൈപ്പ് ബോർഡും കാര്യങ്ങളും വരുന്നത്. നമ്മളിവിടെ മെയിനായിട്ട് ചെയ്യുന്നത് കെ ബോർഡാണ്. കെ ബോർഡ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ബോർഡും കാര്യങ്ങളുമാണ് നമ്മൾ വരുന്നത്. ഇവിടെ നമ്മൾ കട്ടിയും കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി തന്നെ നമ്മൾ ബോർഡും കാര്യങ്ങളും നമ്മളിവിടെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. കസ്റ്റമർ എൻക്വയറി പ്രകാരം നമ്മൾ ഇവിടുന്ന് എടുക്കുകയാണ് ചെയ്യുക. പിന്നെ ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് എഡ്ജ് ബാൻഡ് ഒട്ടിക്കുന്ന ഉള്ളോട്ടാണ് നമുക്ക് പോകാം. നമ്മൾ എഡ്ജ് ബാൻഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പോർഷൻ കണ്ടോ, നമ്മൾ ഹീറ്റ് ചെയ്തിട്ട് ഒട്ടിക്കുക ചെയ്യുക. ഈ പോർഷൻ, പോർഷനാണ് നമ്മൾ എഡ്ജ് ബാൻഡ് എന്ന് പറയുന്നത്. ഈ പോർഷൻ നമ്മൾ ഒന്നെങ്കിൽ ഗം ഇട്ടിട്ടോ അല്ലെങ്കിൽ ഹീറ്റ് ചെയ്തിട്ട് ഒട്ടിക്കുക ചെയ്യുക. ഇവിടെ കൂടെ ഇങ്ങനെ സ്ട്രിപ്പും കാര്യങ്ങളും വരും. അതിൻ്റെ സ്ട്രിപ്പാണ് ഈ കാണുന്നത്. ഈ സ്ട്രിപ്പ് നമ്മൾ ഹീറ്റിംഗ് മെഷീനിലേക്ക് ഇട്ടിട്ട് നമ്മൾ അതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്യുക. ഒന്നെങ്കിൽ ഹീറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഗം ഇടുക, അങ്ങനെയാണ് വരിക. ഇപ്പോൾ നമ്മളവിടെ ഒരു ഗം ഇട്ടൊരു പോർഷൻ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ഗമ്മും കാര്യങ്ങളും ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്നും കൂടി ഒന്ന് ഉണങ്ങുമ്പോൾ അതിൻ്റെ മുകളിലൂടെ നമ്മൾ എഡ്ജ് ബാൻഡും കാര്യങ്ങളും നമ്മൾ ഒട്ടിക്കും. അപ്പോൾ ഇതാണ് നമ്മളെ ഫൈനൽ സ്റ്റേജ് വരുന്നത്.